വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. ദ സെറാങ് ഓഫ് രണഗാഞ്ചി എന്ന ലെസൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. പാർട്ട് 1, പാർട്ട് 2 വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയെടുക്കാം. ആൻഡ് there where I knew I should find him, watchful and mute under the stars, was the Serang. അപ്പോൾ ഞാൻ രാത്രി സമയത്ത് എവിടെ എനിക്കറിയാം, ഡോക്ടർ പറയാം സെറാങ്, അതായത് നമ്മുടെ ഹസൻ എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം, അവിടെ ഞാൻ അദ്ദേഹത്തെ കാണും. അതായത് വാച്ച്ഫുൾ ആൻഡ് മ്യൂട്ട്, നിശബ്ദനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അണ്ടർ ദ സ്റ്റാർസ്, നക്ഷത്രങ്ങൾക്ക് കീഴെ ഷിപ്പിലിങ്ങനെ അദ്ദേഹം നിൽക്കുന്നുണ്ടാവും. നമ്മുടെ സെറാങ് ഓഫ് രണഗാഞ്ചി, അതായത് ഹസൻ. How shall I describe the solace which flowed towards me from him as he stood there in meditation, with his long arms folded on his bare chest, motionless as a statue. ഇനി എന്താ പറഞ്ഞത്? ഹൗ ഷാൽ ഐ ഡിസ്ക്രൈബ്, ഞാൻ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? ദ സൊലേസ്, സൊലേസ് എന്ന് പറഞ്ഞാൽ ആശ്വാസം, കംഫർട്ട്. വിച്ച് ഫ്ലോഡ് ടുവാർഡ്സ് മീ, ആ സൊലേസ് എന്നിലേക്ക് ഒഴുകി. ഫ്രം ഹിം, അദ്ദേഹത്തിൽ നിന്ന്. അതായത് ഹസനെ കാണുമ്പോൾ ഡോക്ടറിന് കോൺഫിഡൻസ് കിട്ടുകയാണ്, ഒരു ആശ്വാസം കിട്ടുകയാണ്. അദ്ദേഹത്തിൽ നിന്നും, അതായത് ഹസനിൽ നിന്നും ഡോക്ടറിലേക്ക് ആശ്വാസം ഒഴുകുകയാണ്. ആസ് ഹി സ്റ്റുഡ് ദെയർ ഇൻ മെഡിറ്റേഷൻ, ധ്യാനത്തിലെന്ന പോലെ അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ. വിത്ത് ഹിസ് ലോങ് ആംസ്, അദ്ദേഹത്തിൻ്റെ വലിയ കൈകൾ ഫോൾഡഡ് ഓൺ ഹിസ് ബെയർ ചെസ്റ്റ്. ബെയർ ചെസ്റ്റ് എന്ന് പറയുമ്പം ഷർട്ട് ഇട്ടിട്ടുണ്ടാവില്ല, ആ ബെയർ ചെസ്റ്റിൽ കൈകൾ, ആ വലിയ കൈകൾ, അദ്ദേഹത്തിൻ്റെ വലിയ കൈകൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കെട്ടിക്കൊണ്ടിരുന്ന്, പ്രത്യേകിച്ച് ഒരു ഇമോഷനൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ നിൽക്കുമ്പോൾ, അത്രയും കോൺഫിഡൻ്റ് ആയി നിൽക്കുമ്പം ഡോക്ടർ പറയാണ് അതെനിക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകി. When a sick man groaned faintly, he would step forward without sound to succor him. അപ്പോൾ ഇവിടെ ഡെക്കിൻ, നമ്മുടെ ഷിപ്പിൻ്റെ ബാക്ക് വശത്ത് എന്താണ്, അവിടെ ഒരു സിക്ക് മാൻ കടന്ന് ഗ്രോൺ ചെയ്യുമ്പോൾ, നിലവിളിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് പോകും, ഹസൻ അങ്ങോട്ട് പോകും. അതാണ് പറഞ്ഞത്. ഗ്രോൺ എന്ന് പറഞ്ഞാൽ ഞരങ്ങുക, ഞരക്കമുണ്ടാക്കുക, ഫെയിൻ്റലി, മൃദുവായിട്ട്. ഹി വുഡ് സ്റ്റെപ്പ് ഫോർവേഡ് വിത്തൗട്ട് സൗണ്ട് ടു സക്കർ ഹിം. സക്കർ എന്ന് പറഞ്ഞാൽ എയ്ഡ്, സഹായിക്കാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് അവിടെയുള്ള രോഗി ഇങ്ങനെ ഞരക്കം, എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഹസൻ അങ്ങോട്ട് പോയി പരിചരിക്കും, സഹായിക്കും. ആൻഡ് ദെൻ റിട്ടേണിങ് ഹി വുഡ് ഫോൾഡ് ഹിസ് ആംസ് while the ship surged slowly forward. Surged എന്ന് പറഞ്ഞാൽ മൂവ്ഡ് എന്നാണ് കേട്ടോ ഇവിടെ അർത്ഥം. അപ്പോൾ ഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം എന്താണ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഈ രോഗിയെ ശുശ്രൂഷിക്കും, ശേഷം തിരികെ വന്ന് വീണ്ടും കൈകൾ കെട്ടി ഇങ്ങനെ നോക്കിയിരിക്കും ഹസൻ ഹാഡ് നോ ഫോണ്ട്നെസ് ഫോർ സ്പീച്ച്, ബട്ട് ഡിസ്പൈറ്റ് ദ സൈലൻസസ് ഓഫ് അവർ ലോങ് നൈറ്റ് വിജിൽസ് ഐ ഗ്യാതേർഡ് സം ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഹിസ് സ്റ്റോറി. ഹസൻ അധികം സംസാരിക്കാൻ താല്പര്യമില്ല. ഇനിയോ, ബട്ട് ഡിസ്പൈറ്റ് ദ സൈലൻസസ് ഓഫ് അവർ ലോങ് നൈറ്റ് വിജിൽസ്. വിജിൽസ് എന്ന് പറഞ്ഞാൽ വിജിലൻസ്, ജാഗരൂകരായിട്ട് നിൽക്കുക. ഗ്യാതേർഡ് സം ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഹിസ് ഹിസ്റ്ററി. ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പീസസ്. ഹസനോട് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടില്ല, കാരണം ഹസൻ ഒരുപാട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല. പക്ഷേ ഈ യാത്രക്കിടയിൽ ഹസൻ്റെ ചരിത്രം, ഹസൻ്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വേർ അബൌട്ട്സ്, അതൊക്കെ എന്താണ്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഹി വാസ് ഫ്രം ദ പഞ്ചാബ്. ഇനി ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാട്ടോ. ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുതാം. ഹി വാസ് ഫ്രം ദ പഞ്ചാബ്, പഞ്ചാബിൽ നിന്നാണ് ഹസൻ വരുന്നത്. വെൻസ് ഹിസ് പാരൻസ് ഹാഡ് വാണ്ടഡ് ടു സദേൺ ഇന്ത്യ. വെൻസ് എന്ന് പറഞ്ഞാൽ ഫ്രം വെയർ, അവിടെ നിന്ന്. ഹിസ് പാരൻസ് ഹാഡ് വാണ്ടഡ് ടു സദേൺ ഇന്ത്യ, പഞ്ചാബിൽ നിന്നും ഇന്ത്യയുടെ സൗത്ത് പാർട്ടിലേക്ക്, സദേൺ ഇന്ത്യയിലേക്ക്, സൗത്ത് ഇന്ത്യയിലേക്ക് പാരൻസ് വന്നു. ദെയർ ലൈക്ക് സോ മെനി ഇൻ ദ കോസ്റ്റൽ ഏരിയ, തീരദേശത്തിലുള്ള മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ, ഹി ഹാഡ് ടേക്കൺ ടു എ സീ ഫെയറിംഗ് ലൈഫ്. സീ ഫെയറിംഗ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ബൈ സീ, സീയിൽ ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ എന്താണ് കൂടുതലും പേരും ഈ തീരദേശത്തുള്ള ആൾക്കാരൊക്കെ എന്താണ്, ഒരു സീയുമായി ബന്ധപ്പെട്ട്, കടലുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നു. അതുതന്നെയാണ് ഹസനും ചെയ്യുന്നത്. അത്തരം ജീവിതമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഫോർ നിയർലി 40 years he had given himself to the oceans of the world, and 15 of these years had been spent in the Ranaganji. 40 വർഷമായിട്ട് ഇദ്ദേഹം കടലിലാണ്, അതായത് ഇങ്ങനെ ഷിപ്പിലൂടെ പോവുകയാണ്. അതിൽ തന്നെ 15 വർഷമായിട്ട് രണഗാഞ്ചി ഷിപ്പിലാണ് ഹസൻ വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ സമുദ്രത്തിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം. ഇൻഡീഡ് ഹി ഹാഡ് നോ പ്ലേസ് ഓൺ ഷോർ തീരത്ത് ഹസന് ഒരു സ്ഥലമൊന്നുമില്ല പ്രത്യേകം പറയാൻ. നീദർ ഫാമിലി നോർ ഫ്രണ്ട്സ് ഇൻ ദ ഗ്രേറ്റ് ലാൻഡ് മാസ് ഓഫ് ഇന്ത്യ. ഹി ഹാഡ് നെവർ മാരീഡ്. ഈ വലിയ ഭൂവിസ്തൃതിയുള്ള ഇന്ത്യയിൽ ഹസന് സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഒന്നുമില്ല. മാത്രമല്ല ഹസൻ അവിവാഹിതനുമാണ്. ബൈ റിലീജിയൻ ഹി വാസ് എ മുസ്ലിം. ഓൾ ഹിസ് ലൈഫ് ഹി ഹാഡ് acquired nothing, neither property nor money. His few possessions contained in his ship's chest might be worth a few rupees. ഇനി ഹസൻ ഒരു മുസ്ലിമാണ്. ഇനി തൻ്റെ ജീവിതത്തിൽ ഹസൻ ഒന്നും നേടിയിട്ടില്ല. പ്രോപ്പർട്ടിയോ പണമോ കാര്യമായിട്ടൊന്നും നേടിയിട്ടില്ല. ഹസൻ്റെ പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. കണ്ടെയ്ൻഡ് ഇൻ ഹിസ് ഷിപ്സ് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബോക്സാണ്. ഷിപ്പിലെ ഇവിടെ ഒരു അദ്ദേഹത്തിൻ്റെ ബോക്സിലുള്ള വളരെ കുറച്ച് തുക മാത്രം. മൈറ്റ് ബി വർത്ത് എ ഫ്യൂ റുപ്പീസ്, കുറച്ച് തുക മാത്രം ഹസൻ നേടിയിട്ടുള്ളൂ. ദ തോട്ട് ഹേർട്ട് മീ. അപ്പോൾ ഹസനെക്കുറിച്ച് ആ കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അതായത് ഹസൻ കാര്യമായിട്ടൊന്നും ഇതുവരെ ജീവിതത്തിൽ സമ്പാദിച്ചിട്ടില്ല എന്ന ആ ഒരു ചിന്ത. ദ തോട്ട് ഹേർട്ട് മീ ആൻഡ് ഇൻ ആൻ access of mistaken sympathy I exclaimed, Hassan, you are doing so much in this emergency. The company must give you extra pay. അപ്പോൾ ഹസനോട് എനിക്കൊരു സിമ്പതി തോന്നി. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഹസന് കുറച്ച് പൈസ കിട്ടുന്നുള്ളൂ. പക്ഷേ ആ സിമ്പതിയുടെ ആവശ്യം അതൊരു മിസ്റ്റേക്കൺ സിമ്പതി എന്നാണ് പറഞ്ഞത്. കാരണം സിമ്പതി നമ്മളോട് തോന്നുന്നത് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതല്ലേ. ഹസനൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. ഹസൻ ഇതൊരു പ്രശ്നമേ അല്ല. ഹസൻ ഒരുപാട് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടണം, ഒരുപാട് എർത്തലി പൊസിഷൻസ് ഉണ്ടാവണം, അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ള ആളല്ല ഹസൻ. അപ്പോൾ ഹസന് കൂടുതൽ പൈസ കിട്ടാത്തത് കൊണ്ട് എനിക്കൊരു സിമ്പതി തോന്നി. പക്ഷേ ആ സിമ്പതി മിസ്റ്റേക്കൺ ആയിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്നിട്ട് പറയാം, ഹസൻ യു ആർ ഡൂയിങ് സോ മച്ച് ഇൻ ദിസ് എമർജൻസി. ഈ ഒരു എമർജൻസി അടിയന്തരാവസ്ഥ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദ കമ്പനി മസ്റ്റ് ഗിവ് യു എക്സ്ട്രാ പേ. കൂടുതൽ കാശ് ശരിക്കും കമ്പനിയിലേക്ക് തരണം. ഹിസ് ഫോർഹെഡ് ക്രീസ്ഡ് പെർപ്ലെക്സ്ഡ്ലി എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ്. ക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ ചുളിച്ചു, നെറ്റി ചുളിച്ചു. ഹസൻ എന്ത് ചെയ്തു ഇത് കേട്ടപ്പോൾ, കൂടുതൽ പണം നിനക്ക് കിട്ടേണ്ടതാണ്, അത്രയധികം വർക്ക് നീ ചെയ്യുന്നുണ്ട് എന്ന് ഡോക്ടർ ഹസനോട് പറഞ്ഞപ്പോൾ ഹസൻ തന്നെ നെറ്റി ചുളിച്ചു, കൺഫ്യൂഷൻ ആയിക്കൊണ്ട്. ഹി വാസ് സൈലൻറ്റ് ഫോർ എ ലോങ് മൊമെൻറ്റ്. കുറച്ച് സമയം എന്താണ് ഹസൻ മിണ്ടാതിരുന്നു. ദെൻ ഹി ആൻസർഡ്, എന്നിട്ട് പറഞ്ഞു, വാട്ട് യൂസ് ഈസ് മണി ഡോക്ടർ സാഹിബ് ടു വൺ ഹു ഹാസ് ഓൾ ഹി നീഡ്സ്. അല്ലേ, എല്ലാ കാര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും നിറവേറുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്ക് ഉണ്ട്, ഒരു പ്രശ്നം ആവശ്യമില്ല, പിന്നെ എന്താ എനിക്ക് കാശ്. ഐ ആം വെൽ ഇനഫ് ദ വേ ഐ ആം. ഞാനിപ്പോൾ എങ്ങനെയാണ് പോകുന്നത് ആ വഴിയിൽ ഞാൻ തൃപ്തനാണ്, അതിൽ ഞാൻ പെർഫെക്റ്റാണ്, എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് കൂടുതൽ കാശിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഹി വാസ് അൺമിസ്റ്റേക്കബിളി സിൻസിയർ, കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ദ യൂഷ്വൽ ഹോപ്പ് ഓഫ് റിവാർഡ്. അപ്പോൾ ഇവിടെ സിൻസിയറാണ് ഹസൻ, അത് ട്രൂലി അദ്ദേഹം സിൻസിയറാണ്. കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ്, അകന്നു പോയിട്ടുണ്ട് ഹസൻ ഫ്രം ദ യൂഷ്വൽ ഹോപ്പ് ഓഫ് റിവാർഡ്, അതായത് സാമ്പത്തികമായിട്ടോ മറ്റോ റിവാർഡ് കിട്ടണം, അല്ലെങ്കിൽ സമ്മാനങ്ങൾ കിട്ടണം, അതല്ലെങ്കിൽ കാശ് കിട്ടണം, തുക കിട്ടണം എന്നുള്ള ആഗ്രഹമൊന്നും ഹസനില്ല. അതിൽ നോക്കാൻ അദ്ദേഹം വ്യത്യസ്തനാണ്. മണി ഹാഡ് നോ ഇൻട്രസ്റ്റ് ഫോർ ഹിം. ഹി ഹാഡ് ഓൾവേസ് ഡിസ്പൈസ്ഡ് ഇറ്റ്. പണത്തിനോട് അദ്ദേഹത്തിന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹി ഹാഡ് ഓൾവേസ് ഡിസ്പൈസ്ഡ് എന്ന് പറഞ്ഞാൽ വെറുത്തു. പണത്തെ ഹസന് വെറുപ്പായിരുന്നു. ഇൻസ്റ്റഡ് ഹി ഹാഡ് കറേജ്, സെൽഫ് കൺട്രോൾ ആൻഡ് ഫെയ്ത്ത്. അതിന് പകരം എന്താണ്, അദ്ദേഹത്തിന് കറേജ്, ധൈര്യമുണ്ട്, സെൽഫ് കൺട്രോളുണ്ട്, ആൻഡ് ഫെയ്ത്ത്, വിശ്വാസമുണ്ട്. ദ മെൻ ഹി വർക്ക്ഡ് എമംഗ് ലിവ്ഡ് പുവർ ആൻഡ് ഡൈഡ് പുവർ. ഹസൻ്റെ കൂടെ താമസിച്ചവരൊക്കെ എന്താണ്, പാവപ്പെട്ടവരായി ജീവിച്ച് പാവപ്പെട്ടവരായിട്ട് മരണപ്പെട്ടവരാണ്. ഇറ്റ് ഹാഡ് ബിക്കം ദ ഹാബിറ്റ് ഓഫ് ഹിസ് മൈൻഡ് ടു ഡിസ്റിഗാർഡ് ടുമോറോ. നാളെ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ അവഗണിക്കുക, ഡിസ്റിഗാർഡ് ചെയ്യുക, അതായിരുന്നു ഹസൻ ചെയ്തിരുന്നത്. സ്റ്റാൻഡിങ് വിത്ത് ഹിം ഇൻ ദ ലിക്വിഡ് മൂൺലൈറ്റ്. ഇവിടെ ലിക്വിഡ് മൂൺലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് മൂൺലൈറ്റ്, ചന്ദ്രപ്രകാശ് കേട്ടോ, നല്ല തെളിഞ്ഞ ചന്ദ്രപ്രകാശത്തിൽ ഹസനോട് കൂടെ ഞാൻ നിന്നപ്പോൾ ഐ വാസ് സ്റ്റങ് ബൈ എ സ്ട്രേഞ്ച് പാങ് എന്ന് പറഞ്ഞാൽ വേദന, പെയിൻ. അപ്പോൾ എനിക്കൊരു തരം വേദനയുണ്ടായി. ബിസൈഡ് ഹിസ് ക്ലിയർ സിംപ്ലിസിറ്റി ദ വേൾഡ്സ് വാല്യൂ സഡൻലി സീംഡ്
ഡ്രോസ് എന്ന് പറഞ്ഞാൽ ജങ്ക്, വേസ്റ്റ്. ഹസൻ്റെ അരികെ മറ്റ് ലോകത്തിലുള്ള മറ്റ് വാല്യൂസൊക്കെ വെറും വേസ്റ്റായി തോന്നി, കാരണം അത്രയധികം വാല്യൂസ് ഹസനിലുണ്ട്. എ ഗ്രേറ്റ് പാർട്ടി ഹാഡ് സ്റ്റാർട്ടഡ് ഇൻ ദ സെലൂൺ. സെലൂൺ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എ ലൗഞ്ച് ബാർ. അപ്പോൾ മദ്യപിക്കാനും ഒക്കെ ഉള്ള അല്ലെങ്കിൽ മറ്റുള്ള പാനീയങ്ങൾ കുടിക്കാനുള്ള ഒരു സൗകര്യമുള്ള സ്ഥലം, അതാണ് സെലൂൺ. അപ്പോൾ അവിടെ എന്താണ്, യാത്രികർ ആഘോഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. Indeed, as I viewed my own outlook towards the future, my passionate desire for success and wealth, I was conscious of a secret shame. ഡോക്ടർ പറയാണ്, കാരണം ഇയാൾ തുടക്കണമല്ലോ എജെ ക്രോണി. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു, എഴുത്തിലി പൊസിഷൻ ഉണ്ടാവുക, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവുക, സക്സസ് ഉണ്ടാവുക, അതൊക്കെ ചിന്തയായിരുന്നു എനിക്കുണ്ട്, വെൽത്ത് ഉണ്ടാവുക. അപ്പോൾ എന്നാൽ ഹസനോ ഇതൊന്നും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഹസനോടൊപ്പം നിൽക്കുമ്പോൾ ഐ വാസ് കോൺഷ്യസ് ഓഫ് എ സീക്രട്ട് ഷെയിം. എനിക്കൊരു ഷെയിം, ഒരു അപമാനം, അതല്ലെങ്കിൽ ഒരു എന്നോട് തന്നെ എന്താണ് ഒരു ഷെയിം തോന്നി. എനിക്ക് ഭയങ്കര മോശം, കാരണം ഞാൻ ഇങ്ങനെ ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ആഗ്രഹിച്ചിട്ടാണല്ലോ ജോലി ചെയ്യുന്നത്, എന്നാൽ ഹസൻ അങ്ങനെ അല്ലല്ലോ എന്നുള്ളത് കൊണ്ട് എനിക്ക് നാണം വന്നു. ഓൺ ദ ഫോളോയിങ് ഡേ, പിറ്റേ ദിവസം, വി ലോസ്റ്റ് 2 ഓഫ് അവർ പേഷ്യൻസ്. 2 പേരും മരിച്ചു. പേഷ്യൻ്റായി കിടന്ന ആൾക്കാരിൽ 2 പേര് മരണപ്പെട്ടു. ഇറ്റ് വാസ് Hassan himself who sewed their shrouds. Sewed എന്ന് പറഞ്ഞാൽ തുന്നി, ഷ്രൗഡ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അവസാനം അവർ ധരിക്കുന്ന വസ്ത്രം കേട്ടോ. എ ക്ലോത്ത് ഫോർ ഡെഡ് പേഴ്സൺ, മൃതശരീരത്തിനുള്ള വസ്ത്രമാണ് ഷ്രൗഡ്. അപ്പോൾ അവരുടെ അവസാനത്തെ വസ്ത്രം, അത് മൃതശരീരം പുതപ്പിക്കുന്ന സാധനമൊക്കെ തുന്നിയത് ഹസന. ഹൂ ഇൻ ഹിസ് ഹോഴ്സ് ആൻഡ് ഹോളോ വോയിസ്. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ പരിക്കൻ, സ്പെല്ലിംഗ് നോക്കണം, HOARSE. ആൻഡ് ഹോളോ വോയിസ്, ഹോളോ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഇമോഷനൊന്നുമില്ലാത്ത ശബ്ദത്തിൽ. റെഡ് അലൗഡ് എ ഷോർട്ട് പാസേജ് ഫ്രം ദ രാമായണ ബിഫോർ ദെയർ ബോഡീസ് റാപ്ഡ് ഇൻ സെയിൽ ക്ലോത്ത് വിത്ത് എ വെയ്റ്റ് അറ്റ് ദെയർ ഫീറ്റ് വെർ കാസ്റ്റ് ഓവർ ബോർഡ് അറ്റ് മിഡ് നൈറ്റ്. എന്താ ഹസൻ ചെയ്തത്? ഹസൻ, ഇവർ മരണപ്പെട്ട വ്യക്തികൾ ഹിന്ദുമത വിശ്വാസികളായിരിക്കാം. അപ്പം അവരുടെക്ക് വേണ്ടിയിട്ട് അവരുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ ഹസൻ ചെയ്തു കൊടുക്കുകയാണ്. ഹസൻ ഒരു ഹിന്ദു അല്ല, ഹസൻ ഒരു മുസ്ലിമാണ്. എന്നാൽ ഇവർക്ക് വേണ്ടിയിട്ട് രാമായണത്തിലെ ചില ഭാഗങ്ങൾ വായിക്കുകയും പിന്നെ എന്താ ചെയ്തത്, റാപ്ഡ് ഇൻ സെയിൽ ക്ലോത്ത്, അവരുടെ ശരീരം റാപ്ഡ് ഇൻ സെയിൽ ക്ലോത്ത്. സെയിൽ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ക്യാൻവാസ് ഓർ അതർ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് സെയിൽസ്. ഈ ഷിപ്പിലെ പായ പോലെ, പായ പോലെയുള്ള സാധനം, പായക്കപ്പലല്ല, അങ്ങനത്തെ പായ, അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശരീരം ഇങ്ങനെ ചുറ്റി റാപ്പ് ചെയ്തു. വിത്ത് എ വെയ്റ്റ് അറ്റ് ദെയർ ഫീറ്റ്, കാലിൻ്റെ ഭാഗത്ത് വെയിറ്റ് വെച്ചു. കാരണം എന്താണ്, മൃതശരീരം കടലിലേക്ക് എറിയുന്ന സമയത്ത് താഴേക്ക് മുങ്ങിപ്പോകണം, അതിന് വേണ്ടിയിട്ട്. വെർ കാസ്റ്റ് ഓവർബോർഡ് ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു കേട്ടോ. കാസ്റ്റ് എറിയുക, ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു. അറ്റ് മിഡ് നൈറ്റ്, അർദ്ധരാത്രി. എന്തുകൊണ്ടാണ് മിഡ് നൈറ്റിൽ എറിഞ്ഞത്? അങ്ങനെ ആകുമ്പോൾ യാത്രകൾ ശ്രദ്ധിക്കില്ല, അതുകൊണ്ട്. നോ ഫ്രഷ് കേസസ് ഡെവലപ്ഡ്, പുതിയ കേസൊന്നും, അതായത് പുതിയ അസുഖം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. നോ ഫ്രഷ് കേസസ് ഡെവലപ്ഡ്. ആൻഡ് എ വീക്ക് ലേറ്റർ, ഒരാഴ്ചയ്ക്ക് ശേഷം, വി ആൻകേർഡ് ഓഫ് കൊളംബോ, ഞങ്ങൾ കൊളംബോയിൽ എത്തിച്ചേർന്നു, അവിടെ നങ്കൂരമിട്ടു. സൂൺ ദ സിക്ക് മെൻ ഹാഡ് ബീൻ ടേക്കൺ ഓഫ് ടു ഹോസ്പിറ്റൽ. അങ്ങനെ ഇവർ ദിവസങ്ങൾ യാത്ര ചെയ്ത് കൊളംബോയിൽ എത്തിയിട്ട് ഓസ്ട്രേലിയയിൽ, എന്നിട്ട് അവിടെ എത്തിയപ്പോഴോ സിക്ക് മെൻ ഹാഡ് ബീൻ ടേക്കൺ ഓഫ് ടു ഹോസ്പിറ്റൽ. ടേക്കൺ ഓഫ്, അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സെവറൽ ഓഫ് ദ പേഷ്യൻസ് ഷോഡ് സൈൻസ് ഓഫ് ഹാവിങ് പാസ്ഡ് ദ ക്രൈസിസ്. ഇപ്പോൾ ഈ ബാക്കിയുള്ള 2 പേര് മരിച്ചു, ബാക്കിയുള്ളവരൊക്കെ എന്താണ്, ഈ രോഗം മാറിയ സൂചന അവർ കാണിച്ചു. എന്ന് വെച്ചാൽ അവർക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് 3 ഹെൽപ്ലെസ് ആൻഡ് ഡെലീറിയസ്, എ മാസ് ഓഫ് റണ്ണിങ് സോൾസ് വെർ ക്യാരിഡ് ഇൻ ദ ആംസ് ഓഫ് ഹസൻ. എന്നാൽ എല്ലാവർക്കും അങ്ങനെയായിരുന്നില്ല സ്ഥിതി. ചില ആൾക്കാർ, സെവറൽ ഓഫ് ദ പേഷ്യൻസ് എന്താണ്, പിന്നെ അവർക്ക് ഈ ഒരു ക്രൈസിസ്, പ്രതിസന്ധി അവർ അതിജീവിച്ചു. ബട്ട് 3 പേര് ഹെൽപ്ലെസ് ആൻഡ് ഡെലീറിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ്ഡ്, ഇൻ എ ഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റ്, അതായത് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ. എ മാസ് ഓഫ് റണ്ണിങ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നീരൊലിക്കുന്ന മുറിവ്, മുറിവാണ്, നീരൊലിക്കുന്ന മുറിവ് അവർക്ക് ശരീരത്തിലുണ്ട്. അവരെ എന്ത് ചെയ്തു? ഹസൻ വേർ ക്യാരിഡ് ഇൻ ദ ആംസ് ഓഫ് ഹസൻ അവരെ കയ്യിലെടുത്തിട്ടാണ് കൊണ്ടുപോയത്. ആസ് വി സ്റ്റുഡ് ടുഗെദർ ഐ സോ ദാറ്റ് ദ സറങ്സ് ഡാർക്ക് ചീക്സ് വർ വെറ്റ് വിത്ത് ടീയേഴ്സ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ടു ഈ സറാങ്ങിൻ്റെ, ഹസൻ്റെ ഡാർക്കായ കവിളിലൂടെ കണ്ണുനീർ തുള്ളികൾ വരുന്നത് ഞാൻ കണ്ടു, നനയുന്നത് കണ്ടു.
അവർ പാസേജ് ത്രൂ ദ ബേ ഓഫ് ബംഗാൾ വാസ് ബ്രീഫ് ആൻഡ് അൺഇവൻറ്റ്ഫുൾ. ഇനി ഞങ്ങൾ ബേ ഓഫ് ബംഗാളിലൂടെയാണ് പോകുന്നത്. അത് ചെറിയ യാത്രയായിരുന്നു, അൺഇവൻറ്റ്ഫുൾ, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് ബാർലി ടൈം ടു റിക്കവർ മൈ സെൽഫ് ഓർ ടു റിയലൈസ് ദാറ്റ് ദ എപ്പിഡമിക് ഹാഡ് ബീൻ കൺഫൈൻഡ് ബിഫോർ വി വർ ആങ്കേർഡ് അലോങ്സൈഡ് ദ കീ അറ്റ് കൽക്കട്ട. QUAY എന്നാണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ കീ എന്നാണ് അതിൻ്റെ ഉച്ചാരണം. ഇത് നോക്കാം. ഡോക്ടർ പറയാണ്, എനിക്ക് റിക്കവർ ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല. ഈ എപ്പിഡമിക്കിനെ കൺഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഒതുക്കുക, അതായത് അസുഖം ഇല്ലാതാവുക. ഈ എപ്പിഡമിക്കിനെ, സ്മോൾ പോക്സിനെ കൺഫൈൻ ചെയ്തു എന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ബിഫോർ വി വർ ആങ്കേർഡ് അലോങ്സൈഡ് ദ കീ അറ്റ് കൽക്കട്ട. കൽക്കട്ടയിൽ ഞങ്ങൾ നിർത്തുന്ന സമയത്ത്, പിന്നെ ഷിപ്പ് അവിടെ ആങ്കർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ അസുഖത്തെ പൂർണ്ണമായി ഞങ്ങൾ വരുതിയിലാക്കിയിരുന്നു. പക്ഷെ അതിനൊരു റിക്കവർ ചെയ്തെടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഓക്കെ, ഇവിടെ കീ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എ സ്റ്റോൺ ഓർ മെറ്റൽ പ്ലാറ്റ്ഫോം ലൈയിങ് അലോങ് സൈഡ് ഓർ പ്രൊജക്റ്റിംഗ് ഇൻ ടു വാട്ടർ ഫോർ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഷിപ്സ്. ഷിപ്പിലേക്ക് വസ്തുക്കൾ, ചരക്കുകൾ കയറ്റുക, അതുപോലെ ഇറക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റോൺ, മെറ്റൽ ഓഫ് പ്ലാറ്റ്ഫോം എന്നൊക്കെയാണ് കീൻ്റെ അർത്ഥം കേട്ടോ. ഇനി സഡൻലി അറ്റ് മൈ എൽബോ. അറ്റ് മൈ എൽബോ എന്ന് പറഞ്ഞാൽ എനിക്കരികെ എന്നാണ് അർത്ഥം കേട്ടോ. അതൊരു എക്സ്പ്രഷനാണ്. നെക്സ്റ്റ് ടു മീ എന്നാണ് അർത്ഥം. അറ്റ് മൈ എൽബോ ഐ ഹേർഡ് ദ ഫെമിലിയർ ഷ്രില്ലിംഗ് ഓഫ് മിസ് ജോബ് സ്മിത്ത്. അപ്പോൾ ഇത് നിർത്തിയല്ലോ, അപ്പോൾ ഷിപ്പ് തിരികെ എത്തി. ആ സമയത്ത് എനിക്കരികെ വീണ്ടും ജോബ് സ്മിത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ അവൾ എന്താണ്, വീണ്ടും ഹസനെ പരിഹസിക്കുകയാണ്. ഇവർ ഈ ഷിപ്പിൽ നടന്ന കാര്യമൊന്നും ജോബ് സ്മിത്തിൻ്റെ കൂട്ടാളികളൊന്നും ആരും അറിഞ്ഞിട്ടില്ല, യാത്രക്കാരൊന്നും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അവർ വീണ്ടും കളിയാക്കുകയാണ്. ഐ ഹേർഡ് ദ ഫെമിലിയർ ഷ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, തുളക്കുന്ന ശബ്ദമുള്ള എന്നൊക്കെ പറയാൻ പറ്റും. മിസ് ജോബ് സ്മിത്ത്, ഓ ലുക്ക് റോനി ഫ്രണ്ടാണ്. ദിസ് ദാറ്റ് അബ്സർഡ് ക്രീച്ചർ അഗെയിൻ. ആ വൃത്തികെട്ട ജന്തുതാ വീണ്ടും. വൺസ് മോർ, ഒരിക്കൽ കൂടി. ഐ ഫോളോഡ് ദെയർ യുണൈറ്റഡ് ഗേസ്. ഡോക്ടർ പറയാം, ഒരിക്കൽ കൂടി ഞാൻ അവരുടെ ആ ഒരു നോട്ടം, അത് ഹസനെ എങ്ങനെ ഗേസ് ചെയ്യണമല്ലത്, അയാൾ നോക്കി. ആൻഡ് ദെയർ അഗെയിൻ ഡൗൺ ഇൻ ദ ആഫ്റ്റർ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ദ പോർഷൻ ഓഫ് ദ ഷിപ്പ് വിച്ച് ലൈസ് ബിറ്റ്വീൻ ദ മെയിൻ മാസ്റ്റ് ആൻഡ് ദ സ്റ്റേൺ. അതായത് മെയിൻ മാസ്റ്ററിൽ ഷിപ്പിൽ എന്താണ്, ഒരു വലിയ കമ്പ് പോലെ നല്ല തടിയുള്ള തൂണുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേണ് ബാക്ക് വശമാണ്. ഇത് രണ്ടിൻ്റെയും സെൻറ്ററുള്ള വശമാണ് ഈ പറഞ്ഞത് കേട്ടോ, ആഫ്റ്റർ ഹോൾഡ്. ഇനി ഡൗൺ ഇൻ ദ ആഫ്റ്റർ ഹോൾഡ് നോക്കിംഗ് ഔട്ട് ദ ഹാച്ച് ബാറ്റൺസ് ടു അൺലോക്ക് ദ ബാഗേജ് വാസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദെയർ മെർത്ത്. ഹസൻ, മെർത്ത് ഇവിടെ പരിഹാസം എന്നുള്ള അർത്ഥമാണ്, സന്തോഷം. അതായത് അവരിങ്ങനെ നോക്കുന്ന ആരെയാണ്, ഇവിടെ താഴെ ജോലി ചെയ്യുന്ന ഹസൻ എന്താ ചെയ്യുന്നത്, ഹാച്ച് ഇങ്ങനെ തട്ടി നീക്കുകയാണ്. അതിപ്പോൾ ഈ ലഗേജൊക്കെ, ചരക്കൊക്കെ കയറ്റി വെക്കുന്ന ഭാഗം നല്ല പ്രഷർ വേണ്ടി, നല്ല ഡോറ്, ആ ഡോറിൻ്റെ ഭാഗം അടക്കുന്ന ഭാഗം, അത് വല്ല ചുറ്റിക്കൊണ്ടോ മറ്റോ അടിച്ചിട്ട് അതിലെ ലോക്ക് നീക്കുകയാണ് ഹസൻ ചെയ്യുന്നത്. അപ്പോൾ ഹസനെ നോക്കിയിട്ടാണ് ഇവർ കളിയാക്കുന്നത് വീണ്ടും. ദ ഹൺഡ്രസ് ഫ്രം ചെൽറ്റനം അതാണ് ഉച്ചാരണം കേട്ടോ, ചെൽറ്റനം. ഹൺഡ്രസ് എന്ന് പറഞ്ഞാൽ വേട്ടക്കാരി. ഇവിടെ വേട്ടക്കാരി കൊണ്ട് ഉദ്ദേശിച്ചത് മിസ്സസ് ജോബ് സ്മിത്താണ്. അപ്പോൾ ഇതാരാണ്, ഹസൻ. കാരണം ഈ ഷിപ്പിലെ യാത്ര തുടങ്ങുന്ന സമയത്തെ തൊട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അവർ. ദ ഹൺഡ്രസ് ഫ്രം ചെൽറ്റനം swung round, turned around എന്നർത്ഥം. Went her wit, applied her wit, her fascinations upon me. Where did you keep him during the entire voyage, Dr. Dear, in a special cage? അപ്പോൾ ആ മിസ്സസ് ജോബ് സ്മിത്ത് ചോദിക്കുകയാണ്, ഡോക്ടറോട് ചോദിക്കുക, ഈ ക്രീച്ചറിനെ, ഇവനെ, അതായത് ഹസനെ എവിടെ ഇട്ടിരുന്നത്, വല്ല കേജിൽ ഇട്ടിരുന്നോ, ഞാൻ കണ്ടതേ ഇല്ലല്ലോ. അപ്പോൾ അവർക്കറിയില്ലല്ലോ ഹസന് ചെയ്ത ഉപകാരങ്ങളൊന്നും. സൈലൻസ്, അപ്പോൾ നിശബ്ദയായി, മിണ്ടില്ല. എ വിഷൻ ഓഫ് ദ സെറാങ്സ് നൊബിലിറ്റി റൈസിങ് ബിഫോർ മീ. ആ സമയത്ത് ഡോക്ടറിൻ്റെ മുമ്പിലേക്ക് ഈ നമ്മുടെ സെറാങ്ങിൻ്റെ, ഹസൻ്റെ നൊബിലിറ്റി, ആ ഔന്നിത്യം, മഹാത്മ്യം എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉയർന്നു വന്നു. ചെയ്ത കാര്യങ്ങൾ മുഴുവൻ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഡോക്ടർ പറയാം, ഡോക്ടർ കൊടുത്ത മറുപടി അത് നോക്കൂ, എന്താണ്, ഇത്രയും പരിഹസിച്ച ഹസനെ, ഇത്രയും പരിഹസിച്ച മിസ്സസ് ജോബ് സ്മിത്തിനെ ഡോക്ടർ കൊടുത്ത മറുപടി ഇതായിരുന്നു. യെസ്, ഇൻ എ വേ. ഒരു കണക്കിന് കേജിൽ തന്നെയായിരുന്നു. കാരണം ഇത്രയും ബുദ്ധിമുട്ടിലായിരുന്നല്ലോ, അദ്ദേഹം കേജിൽ തന്നെയായിരുന്നു. ഇറ്റ് വാസ് എ കേജ്. കാരണം ഈ രോഗികളൊക്കെ പരിചരിച്ച് വരുമ്പോൾ അതൊരു കേജ് പോലെ തന്നെ, അത്രയും ബുദ്ധിമുട്ട് തന്നെ. ബട്ട് ഈസ്ൻ ഇറ്റ് ക്വിയർ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച്. ഇത് സ്ട്രേഞ്ച് അല്ലേ മിസ് ജോബ് സ്മിത്ത്? ദ ആനിമൽസ് വെർ ഓൾ ഔട്ട്സൈഡ്.
പക്ഷേ മൃഗങ്ങളെല്ലാം പുറത്തായിരുന്നു. ഇവിടെ എന്താ മനസ്സിലായോ? അതായത് ഹസൻ കേജിനകത്തായിരുന്നു. ഹസൻ ഒരു യഥാർത്ഥ മനുഷ്യനാണ്, കാരണം ഹസൻ പണിയെടുക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ മിസ്സസ് ജോബ് സ്മിത്തിനെ പോലെയുള്ള ആനിമൽസ്, മൃഗങ്ങളൊക്കെ പുറത്തായിരുന്നു. അപ്പോൾ നല്ലൊരു കൗണ്ടറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. മിസ്സസ് ജോബ് സ്മിത്തിന് ഒറ്റ മറുപടി കൊണ്ട് നിഷ്പ്രഭമാക്കുകയാണ് നമ്മുടെ AJ ക്രോണിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി എന്നും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.